ഹലോ, ഇന്നത്തെ ഞാൻ എൻ്റെ ഇൻട്രോ ഒന്ന് മാറ്റിപ്പിടിക്കുവാണേ. കാര്യം വേറൊന്നും കൊണ്ടല്ല, സമയം ഇപ്പം രാത്രി ഏകദേശം ഒരു 1:30 ഒക്കെ ആയി. കുറച്ച് മുമ്പാണ് ഒരു മൂവി കണ്ടു തീർത്തത്. ആ സിനിമ കണ്ടതിന് ശേഷം പറയേണ്ട കാര്യങ്ങൾ സ്പോട്ടിൽ തന്നെ എനിക്ക് പറയണം തോന്നി. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ചോരാതെ തന്നെ നിങ്ങളോട് പറയണമെന്നും ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് നൈറ്റ് ആയിട്ടും ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ലാപ്ത ലേഡീസ് എന്ന് തന്നെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു. പക്ഷേ അതിലെ ഹിന്ദിയിലെ എഴുത്തിൽ ലാപ്ത ലേഡീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2024 മാർച്ച് 1 മൂവി തിയേറ്ററിൽ റിലീസായത്. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. സിമ്പിൾ ഒരു സ്റ്റോറി ലൈനിൽ പറഞ്ഞു പോകുന്നൊരു മൂവിയാണെന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു. പല ടൈപ്പ് മൂവീസ് കണ്ടിട്ടുണ്ട്. വലിയ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വലിയ മൂവീസ് കണ്ടിട്ടുണ്ട്, കൊച്ചു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വലിയ മൂവീസ് കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ വിരളമായിട്ടായിരിക്കും ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന കൊച്ച് നല്ല മൂവിയൊക്കെ കാണുന്നത്. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു മൂവി കണ്ടപ്പോൾ ഫീലായതും. ഈ 2024 എന്നല്ല, റീസെൻ്റായിട്ട് കുറച്ച് ഇയേഴ്സ് ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മൂവിയാണ് ലാപ്ത ലേഡീസ്. അത്രയും എനിക്ക് മൂവിനെ പറ്റി പറയാനുള്ളൂ. സിമ്പിളായിട്ടുള്ള റിവ്യൂ. ഇതിന് ശേഷം നിങ്ങൾക്ക് മൂവി കാണണോ വേണ്ടോ തീരുമാനിക്കാം. ഇതിൻ്റെ പ്ലോട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ത്യയുടെ മിഡിൽ പോർഷൻസിൽ ആ ഒരു ഭാഗത്ത് കാണുന്ന വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് ആചാരങ്ങൾ. വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യനെ പുള്ളിക്ക് നഷ്ടപ്പെടുക ഇൻ ദ സെൻസ് സ്വാപ്ഡായി പോവുകയാണ്. സ്വാപ്ഡായി പോകുന്നൊരു സിറ്റുവേഷനിൽ അയാളെ തിരിച്ച് കണ്ടുപിടിക്കുന്നതാണ് അതിൻ്റെ ബേസ് സ്റ്റോറി. ഇപ്പോൾ ഈ ഒരു ബേസ് പ്ലോട്ട് പറയുമ്പോഴും ഇതിൽ കൂടുതൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു സ്റ്റോറിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓൾറെഡി വരുമല്ലോ. എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. ഇതിലെന്താണ് അവർ ചെയ്യാൻ പോകുന്നത്. തുടക്കം കണ്ടപ്പോഴും ഇനി ഇവർക്ക് എന്താണ് ഇതിൽ ചെയ്യാനുള്ളതെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തോന്നലിനെല്ലാം അധപടൽ ഉടച്ചുകൊണ്ട് എന്തു ഭംഗിയായിട്ടാണ് ആ ഒരു മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയട്ടെ, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്കൊന്നും ഇത്രയും തൃപ്തിപ്പെട്ട ഒരു മൂവി ഇല്ല. കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് കേട്ടോ. എനിക്ക് പോസിറ്റീവ്സ് മാത്രമേ പറയാനുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് എടുത്തെടുത്ത് പറയാം. ഫസ്റ്റ് തിങ്, അതിൻ്റെ കാസ്റ്റിങ് നമ്മൾ ആരും കണ്ടിട്ടുള്ള ആക്ടേഴ്സ് അല്ല. സ്പഷ്ട് ശ്രീവസ്തവ അങ്ങനെയാണ് അതിൻ്റെ ആക്ടറിൻ്റെ പേര്, മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന പുള്ളിയുടെ പേര്. 2 ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, സ്വാപ്ഡായി പോകുന്ന ലേഡി ക്യാരക്ടേഴ്സ്. ഒരു പോലീസുകാരനുണ്ട്, ഒരു അമ്മ, ഒരു ദാദിയായിട്ട് വരുന്ന ആളുണ്ട്. ഇവരുടെ ഈവൻ ആരും ഞാൻ എടുത്തെടുത്ത് പറയണ്ട, അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കാസ്റ്റിങ്ങും ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പെർഫോമൻസ് അവർക്ക് ഒത്തിരി ഒന്നും ചെയ്തു മറിക്കാനില്ല. അവർക്ക് വലിയ കൂട്ടക്കരച്ചിലോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ മുൾമുനെ നിർത്തുന്ന ഒരു ആക്ഷനോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഒന്ന് പിടിച്ചിരുത്തുന്ന തരത്തിലൊരു സാധനം അവർക്ക് അതിലൊന്നും ചെയ്യാനില്ല. അവർക്ക് അവിടെ കൂടുതൽ ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്, റോള്, അത് അതേപടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നത് മാത്രമാണ്. അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അത് മതി അവരുടെ ഐഡൻറ്റിറ്റി. അവർക്കിനിയില്ലേ ഏതെങ്കിലും വേറൊരു മൂവി കാസ്റ്റിങ്ങിന് പോകുമ്പം നിങ്ങൾ ഏത് മൂവിയിലാണ് മുമ്പ് അഭിനയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ക്യാരക്ടർ നോട്ട് ചെയ്ത് പറയാൻ സാധിക്കും. അതുപോലത്തെ പെർഫെക്റ്റ് കാസ്റ്റിങ്, പെർഫെക്റ്റ് നല്ല ഭംഗിയുള്ള അഭിനയം. എനിക്ക് അങ്ങനെ ആ വാക്ക് പറയാനുള്ളൂ. വലിയ കടുകട്ടി വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. സെക്കൻഡ് തിങ്, അതിൽ പറയുന്ന കുറച്ച് സോഷ്യൽ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിലോട്ട് ഇടിച്ച് പറയുമല്ല അവർ ചെയ്യുന്നത്, നമ്മളോട്ട് ഇടിച്ച് പറഞ്ഞ് കുത്തിപ്പറയുമല്ല ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് അതിശയിച്ച ഒരു കാര്യമുണ്ട്. സ്പോയിലർ ഭാഗമായിരിക്കാം ചിലപ്പം, ഞാൻ പറയും, പക്ഷേ എനിക്കത് പറഞ്ഞേ പറ്റൂ. ഇവർ സ്വാപ്പ് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അവർ സ്വാപ്ഡായി പോകുന്നുണ്ട്. സ്വാപ്ഡായി പോകുമ്പോഴും നമുക്ക് ചില ക്യാരക്ടേഴ്സിൽ സ്ട്രെയിഞ്ച് തോന്നും. സ്വഭാവത്തിലൊക്കെ നമുക്ക് കുറച്ച് സ്ട്രെയിഞ്ച് ആ ഒരു ഫീലിംഗ് തോന്നും. അങ്ങനെ തോന്നുമെങ്കിലും അവർ ആ സ്വാപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അവർ സ്വാപ്ഡ് ആയില്ലായിരുന്നെങ്കിൽ എല്ലാവരും നടക്കുന്ന വഴിയെ ഞാനും നടക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അത് പോയേനെ. പക്ഷെ സ്വാപ്ഡ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറേ ചേഞ്ചുകൾ, എനിക്ക് അതാണ് കൂടുതൽ ഹിറ്റായത്. അതൊരു ഉൾനാടൻ ഗ്രാമമാണെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിലെ തന്നെ പല ഉൾനാടൻ ഗ്രാമങ്ങളിൽ അവരിങ്ങനെ ജീവിക്കുന്നവരാണെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവരുടെ സ്വാപ്പിങ്ങിലൂടെയാണ് ആ ചേഞ്ച് വരുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. മൈന്യൂട്ട് സാധനങ്ങൾ വരെ അവർ നല്ല ഭംഗിക്ക് വിവരിക്കുന്നുണ്ട്. ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വീട് എങ്ങനെ നോക്കിക്കൊണ്ട് പോകുക, ആ ഒരു കൾച്ചർ ഫോളോ അപ്പ് ആവേണ്ട ഒരു വ്യക്തി, ഒരു പേഴ്സൺ സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവളുടെ കയ്യിൽ ജോലി ചെയ്തൊരു 100 രൂപ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമൊക്കെ ഇല്ലേ, എന്ത് മനോഹരമായിട്ട് അതൊക്കെ വിവരിച്ചിരിക്കുന്നില്ലേ. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും, ഉറപ്പായിട്ടും മനസ്സിലാകും. അതുപോലെ തന്നെ മറ്റേ ക്യാരക്ടർ അദ്ദേഹവും മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ട് അപ്പുറത്ത് വരുമ്പോഴും
അവളിൽ നിന്നും കുറേ കാര്യങ്ങൾ ഇത്രയും പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്ന ആ ഒരു ഫാമിലി കുറേ പഠിക്കുന്നുണ്ട്. ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ തങ്ങി നിന്ന് പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ, അവരുടെയൊക്കെ കഴിവുകൾ ഇവള് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് സിമ്പിളായിട്ട് നമുക്കറിയാൻ മേലാത്തൊരു കാര്യം നമ്മൾക്കൊരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കുറേ ഹാപ്പി ആവത്തില്ലേ? അതിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ചെറിയ ചെറിയ ആനന്ദങ്ങളും ഒക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മനോഹരമായിട്ട് തോന്നി. അത് ആ ഡയറക്ടറിൻ്റെ കഴിവാട്ടോ. കിരൺ റാവു എന്നാണ് ആ ഡയറക്ടറിൻ്റെ പേര്. അത് ഇനി ആ ഒരു പേര് ഞാൻ മറക്കില്ല. ആ ഒരു അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും ഇനി വെയിറ്റ് ചെയ്യും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നെങ്കിലും അത് ആ ഒരു സിനിമയിൽ പിക്ചറൈസ് ചെയ്തിരിക്കുന്ന രീതിയില്ലേ, അത് ഔട്ട് ഓഫ് ദ വേർഡ്സ് ആണ്. മാസ് ക്ലാസ് ഒന്നും വെച്ച് കാണിക്കണ്ട. അല്ലാണ്ട് തന്നെ ഒരു സിനിമേനെ എത്ര സിമ്പിളായിട്ട് പറയാൻ പറ്റുമെന്ന് ഈ ഒരു മൂവി കാണിച്ചതാണ്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ മറന്നുപോയതല്ല, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എടുത്ത് പറയണം. ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടറുണ്ട്, ഔട്ട് ഓഫ് ദ വേൾഡ്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് കേട്ടോ. ഇതിൽ എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, മാസുണ്ട്, മാസ് ഫൈറ്റിലൂടെ അല്ലെങ്കിൽ ഒരു മാസ് സീനുണ്ട്, സ്നേഹമുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്, ഇൻഡിപെൻഡൻസിൻ്റെ ഇമ്പോർട്ടൻസ്, എല്ലാ രീതിയിലും കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോലീസുകാരൻ്റെ ഒരു ക്യാരക്ടർ, പുള്ളിയൊക്കെ സ്ട്രേഞ്ചായിട്ട് പുള്ളി ഇനി എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും. ആ തോട്ടിനേക്ക് ഇല്ലേ വെറും ഒറ്റ മിനിറ്റിലെ അഭിനയത്തിൽ പുള്ളി വെറും ഭസ്മാക്കി കളയുന്നൊരു ഫീല്. അങ്ങനെ തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. പുള്ളിക്കാരൻ്റെ ഒക്കെ കുറച്ച് ചെറിയ ചെറിയ മൈന്യൂട്ട് കോമഡികളും. നമ്മൾ അട്ടഹസിച്ച് ചിരിക്കത്തില്ല. ഞാൻ അട്ടഹസിച്ചൊന്നും ചിരിച്ചില്ല. പോസിറ്റീവ് ചിരി വന്നു, ഭയങ്കര പോസിറ്റീവ് ചിരി. അതുപോലെ വലിയ സംഭവങ്ങളൊന്നും വിട്ട് പെരുപ്പിച്ച് പറയുന്ന സാധനങ്ങൾ ഇവിടെ കിടന്ന് കുത്തിമറിഞ്ഞിട്ട് പോലും മനുഷ്യർ ചിരിക്കുന്നില്ല. നമ്മുടെ ഇൻഡസ്ട്രിയിലും മറ്റു പല ഇൻഡസ്ട്രിയിലും കുത്തിമറിഞ്ഞ് കാണിച്ചിട്ട് പോലും ചിരിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞ് മൈന്യൂട്ട് കോമഡികളുണ്ട്. അവിടെ അവരുടെ ഡയലോഗ് ഡെലിവറിയിലൂടെ നമ്മൾ ചിരിച്ചു പോയിരിക്കും. ഈ പടം നിങ്ങൾ കാണുന്നവർ, നിങ്ങൾ ചിരിച്ചില്ല എങ്കിൽ നിങ്ങൾ ഈ റിവ്യൂവിൻ്റെ താഴെ വന്ന് തെറി പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ കേട്ടിരിക്കും. മൂവി ഇന്നങ്ങ് കഴിഞ്ഞ ദിവസമാണ് OTT റിലീസായത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തോ കാണാൻ താമസിച്ചെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇല്ലേ എനിക്ക് ഒത്തിരി സങ്കടമായി. ഇത് എന്തുകൊണ്ട് ഞാനത് ലേറ്റ് ആക്കി എന്നുള്ളത്. ഞാൻ പല സിനിമകളിലും സ്ത്രീപക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്ന ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറേ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ അങ്ങനെ പേഴ്സൺസ് ആണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ പേരെ ഇങ്ങനെ ഫോണിലും എല്ലായിടത്തുമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ത്രീപക്ഷത്തിന് വേണ്ടി സംസാരിച്ച ആ ഒരു ക്യാരക്ടർ, ദാദിയുടെ ക്യാരക്ടർ, അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. പറയേണ്ട കാര്യങ്ങൾ ഒഴുക്കിനൊത്ത് നീന്തുന്ന പോലെ ഒഴുക്കിനൊത്തങ്ങ് പറയുവാണ് പുള്ളിക്കാരി. എന്ത് പവർഫുള്ളാന്ന് പറയുക ഓരോ വേർഡ്സൊക്കെ. ആ ഒരു ക്യാരക്ടറൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടും. അതുപോലെ സ്വാപ്ഡ് ആയി പോകുന്ന 2 ക്യാരക്ടേഴ്സും, ആ ലേഡി ക്യാരക്ടേഴ്സ് 2 പേരും ഭയങ്കര ക്യാരക്ടറൈസേഷനും ഭയങ്കര വേർഡ്സിൻ്റെ പവറുകൾ. ഒരാൾ മാറുന്നു, മറ്റൊരാൾ മാറ്റുന്നു എന്നൊരു ഫീല്. ഹാറ്റ്സ് ഓഫ് ഫോർ ദ പെർഫോമൻസ്, അങ്ങനെ പറയും. ഇതിൽ വന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അവരുടേതായ പെർഫോമൻസ് വാല്യൂസ് ഉണ്ട്, അവരുടേതായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമുക്കിവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ചിരി അല്ലെങ്കിൽ ചെറിയ ഒരു വഴിപോക്കനാണെങ്കിൽ പോലും അവൻ അവിടെ ഒരു സാധനം കൊടുത്തിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ആരെയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. സുഹൃത്തുക്കളൊക്കെ എന്ത് അടിപൊളി സുഹൃത്തുക്കളാ. ഇതൊരു നന്മയുടെ പടാ. ഇതിലെ നന്മയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒത്തിരി നന്മയൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളുടെ ഉള്ളിൽ എന്തോ മനസ്സിൽ നിന്നൊരു വലിയ ഭാരം ഇറക്കി വെച്ചൊരു ഫീല്, എന്തോ വലിയൊരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു ഫീലില്ലേ, അത് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് തോന്നിയിരിക്കും. ഇത് വെറുതെ പറയുന്നതല്ല. ഞാൻ അതുപോലെ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു ലാപ് ദ ലേഡീസ്. പിന്നെ ചെറുതാണെങ്കിൽ പോലും അതിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകം അതിൻ്റെ മ്യൂസിക്. ഇവിടെ അവർ കൊടുത്തിരിക്കുന്ന ഓരോ പാട്ടുകളാണെങ്കിലും അതിലെ ഓരോ സ്കോറുകളാണെങ്കിലും അവിടുത്തെ കോമഡി പോർഷൻസ്, കോമഡി എലമെൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് സ്കോർസ് ഉണ്ട്. അതൊക്കെ എന്താ പറയുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു സാധനം കിട്ടിയാൽ പോലും അതിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് കാണിച്ച ടൈപ്പ് ഒരു സംഭവം അത് ത്രൂ ഔട്ട് ഈ ഒരു മൂവിയുടെ മ്യൂസിക് ആൻഡ് സ്കോറിൽ എനിക്ക് കാണാൻ പറ്റി. എസ്പെഷ്യലി ലാസ്റ്റ് ഒരു സോങ് ഉണ്ട്, നമ്മുടെ മനസ്സ് നിറയ്ക്കും. ഞാൻ കരഞ്ഞു. ഈ പടം കണ്ടപ്പോൾ കരഞ്ഞു.
ആ ഒരു സിനിമ അത്രയധികം അടിച്ച് പതിപ്പിക്കും അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും. ഒരു സ്റ്റിക്കർ പതിപ്പിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ ആ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് പതിപ്പിച്ച് വെക്കും. എല്ലാ ആസ്പെക്റ്റിലൂടെ ആ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. മ്യൂസിക്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതുമാണ്. വിഷ്വൽസിനെ പറ്റി എന്താ പറയണേ, അവരൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അവിടെ കുറച്ച് പേര് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ആക്ട് ചെയ്തതിനെ നല്ല വൃത്തിക്ക് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ക്യാമറ കൊണ്ടുള്ള വലിയ ഗിമ്മിക്സും വലിയ ഹെലികോപ്റ്ററിൽ നിന്ന് പറന്നു വരുന്ന സാധനങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ മാസ് കാണിക്കാൻ. അവർ പറയുന്ന വേർഡ്സിലൂടെ അത് പല ആംഗിളിൽ നിന്ന് അവർ ക്യാപ്ചർ ചെയ്യുന്നു. അവരുടെ പെർഫോമൻസിലൂടെ അത് നമ്മളിൽ ഹിറ്റ് ചെയ്യിക്കുന്നു. അതേ അവർ ചെയ്യുന്നുള്ളൂ. അവിടെ അവർക്ക് പണി കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ വിഷ്വൽസിൻ്റെ പണി വളരെ കുറവായിരുന്നു. സിമ്പിളായിട്ട് ഒരാൾ വന്ന് അവർ പറയുന്ന സാധനങ്ങൾ എടുക്കുന്നു, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഇടുന്നു. അവിടുത്തെ പെർഫോമൻസിൽ വിത്ത് ആ ഒരു വിഷ്വൽസിലും കൂടെ നമ്മളെയൊക്കെ പിടിച്ചിരുത്തുന്ന തരത്തിൽ ആ ഒരു മൂവി കംപ്ലീറ്റ്ലി കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ ഇത് ലെങ്തി വീഡിയോ ആകുന്നത്, പക്ഷേ എനിക്കിത് പറയാണ്ട് പറ്റില്ല കേട്ടോ. അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഇത് പറയണം. ഈ ഒരു സിനിമ, ഈ ഒരു റിവ്യൂ കണ്ടിട്ട് ഒരാൾ ആ ഒരു മൂവി കണ്ട്, ഏതെങ്കിലും ഒരാൾ ആ മൂവി കണ്ടിട്ട് അവർ താഴെ വന്ന് കമൻറ്റിൽ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, നല്ലൊരു സിനിമ റെഫർ ചെയ്തല്ലോ എന്നുള്ളൊരു ഫീല്. ആ ഒരു ഫീല് മാത്രം മതി എനിക്ക്. അത്രേ ഞാൻ ഈ മൂവിനെ പറ്റി പറയുന്നുള്ളൂ. എൻ്റെ 1-2 ഫ്രണ്ട്സ് ഈ ഒരു മൂവി കണ്ടിട്ട് അവരും ഇതേ അഭിപ്രായം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താ പറയണേ, എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ജസ്റ്റ് സിംപ്ലി ഗോ ആൻഡ് വാച്ച്. തിയേറ്ററിലില്ല, അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നമ്മുടെയൊക്കെ നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററുകളിൽ ചുമ്മാ പടങ്ങൾ ഇറക്കി പൊട്ടിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പടം ഒറ്റ ഷോ വെച്ചാൽ മതി. എനിക്കത് തിയേറ്ററിൽ ഇപ്പോൾ കാണാൻ പറ്റാത്തുള്ള സങ്കടമുണ്ട്. വന്നിട്ടും OTT-യിൽ ഒരു ദിവസം താമസിച്ച് കാണുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. തിയേറ്ററിൽ പോയി കാണേണ്ടതായിരുന്നു. കണ്ടിരുന്നെങ്കിൽ ഞാൻ കൈയടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നേനെ. ഇവനൊരു ചെറിയ ഫോണിൽ കണ്ടപ്പോൾ പോലും എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്തത്. ഞാൻ എന്തെങ്കിലും ഭാഗങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും നിങ്ങൾ മെൻഷൻ ചെയ്യണം. മൂവി കണ്ടിട്ടുള്ളവർ എല്ലാ തരത്തിലും എന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്ത മറ്റൊരു മൂവി, അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു മൂവി. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ മൂവി കണ്ടതിന് ശേഷമുള്ള കമൻറ്റ് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ മൂവി കാണുക, മിസ്സാക്കരുത്. സോ അതൊക്കെയുള്ള ഈ ഒരു മൂവിനെ പറ്റിയുള്ള എൻ്റെ ചെറിയ അഭിപ്രായം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.